6:30ക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് 6:30ക്കാണ് ഗേറ്റ് തന്നെ ഓപ്പൺ ആക്കിയത്. 1 അവർ ലേറ്റ് ആയിരുന്നു. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 6:30ക്ക് കറക്റ്റ് ഗേറ്റ് ഓപ്പണായി. അപ്പോഴാണ് ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് ബസ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഇനി ഫ്ലൈറ്റിൽ കയറി സീറ്റിൽ പോയി ഇരുന്നിട്ട് കാണാം കേട്ടോ. സീറ്റൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിരുന്നു. അപ്പോഴാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു നല്ല കാഴ്ച. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ലഗേജൊക്കെ ഇടുമ്പോൾ അവരത് എടുത്തെറിയും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. വെറുതെയാണ് കേട്ടോ. ഞാനിരുന്ന സീറ്റിൻ്റെ ആ ഗ്ലാസ്സിൽ കൂടെ പുറത്ത് നോക്കിയപ്പോൾ ആ ചേട്ടന്മാർ എത്ര നീറ്റായിട്ട് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടോ. നല്ല സൂപ്പറായിട്ട് അത് നല്ല പതുക്കെ എടുത്തൊക്കെയാണ് ലഗേജൊക്കെ അവർ വെക്കുന്നത്. വെറുതെ എന്തിനാണ് അവരിങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു, നാട്ടിലേക്ക് പറന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മനസ്സിന് ഒരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ശ്രീനോട് ഒറ്റയ്ക്കായിട്ട് വരികയാണല്ലോ എന്ന്. 20 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് ഭയങ്കര ഒരു ഫീലല്ലേ. അവർ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണെങ്കിലും നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിലൊക്കെ അത് വല്ലാത്തൊരു ഫീലാണ്. അത് പ്രവാസിയുടെ ഭാര്യമാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീലാന്ന് തോന്നുന്നു. അത് എന്തോ ഭയങ്കര സങ്കടമാണത്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലേ. പിന്നെ ഈ ഫ്ലൈറ്റിലെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എത്ര നേരം എന്ന് പറഞ്ഞ് ഉറങ്ങും. 4 മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാഴ്ചകളാണ്. മേഘങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ തിരമാലകൾ അടിക്കാത്ത ഒരു കടൽ പോലെ ഫീൽ ചെയ്യും. ഇപ്പം തന്നെ ആ കാഴ്ച കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡ് വന്നു. ഒരു കാശിന് കൊള്ളില്ല, ഞാൻ കളഞ്ഞു, കഴിച്ചില്ല. ഉറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പുറത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ നല്ലൊരു കാഴ്ച മേഘങ്ങളുടെ. ഇത് രസമാണ്. കടൽ പോലെ തോന്നും, പക്ഷേ കടലല്ല, മേഘമാണ്. നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട് തന്നെ. നല്ല ഭംഗിയാണ്. അങ്ങനെ ലാൻഡായി നാട്ടിലേക്ക് എത്തി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡായിട്ടുണ്ട്. അങ്ങനെ ക്യാബ് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാബും വന്നു. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ എനിക്ക് വേണ്ടി 2 പേരുണ്ട്. എന്നെ വെയിറ്റ് ചെയ്ത് 2 പേര് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ മൂത്ത മോള് അച്ചുമ്മ. കൂടി തന്നെ ഉണ്ടോ. ഇപ്പോൾ 2ാമത്തെ ആൾ വരും കേട്ടോ, സച്ചു. ഇന്നലെ മുഴുവൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. 2 പേർക്കും ഭയങ്കര നാണം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ.